മറ്റം നിത്യസഹായ മാതാവിൻ്റെ തീർത്ഥകേന്ദ്രത്തിൽ ഏകദിന ധ്യാനം. സ്നേഹം കൈയിരിക്കുന്ന ഉണ്ണീശോയോടൊപ്പം എന്നെ ഇരുത്താമോ? കരങ്ങൾ വീശി ആമേ ആമേ വ്യക്തി ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴിയായിട്ട് നമുക്ക് ഓരോരുത്തരും നൽകിയിരിക്കും. ആ അമ്മയോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സന്ദർഭമാണ് ഈ രണ്ടാം ശനിയാഴ്ചത്തെ അഗ്രഹ ധ്യാനം. സ്നേഹം നിറഞ്ഞവരെ, നമുക്കും എത്രയോ അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈശോ ചൊരിഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 50:14 പറയാണ്, കൃതജ്ഞതയായിരിക്കണം നിങ്ങളുടെ ബലിയിൽ. നമുക്ക് എത്രയോ അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹത്തെ പറ്റി ദൈവത്തെ സ്തുതിക്കാനായിട്ട് മഹത്വപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മളിന്ന് നമുക്ക് വേണ്ടി ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുക ജോൺസൺ പന്തപ്പള്ളി അച്ഛനാണ്. അച്ഛൻ നമ്മുടെ സിയോൻ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടർ അച്ഛനാണ്. നമുക്കിന്നൊരു വൈദികനെ നമ്മുടെ ഇന്ന് ശുശ്രൂഷ നയിക്കുവാനായിട്ട്, അതും ഒരു ഡയറക്ടർ അച്ഛനെ നമ്മുടെ ഇന്നത്തെ മാതാവിന്റെ പള്ളിയിൽ ശുശ്രൂഷ ഈശോ കൊണ്ടുവന്നതിനോട് ശക്തമായിട്ട് കരങ്ങളടിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറഞ്ഞ അച്ഛനെ സ്വാഗതം. പിന്നീട് നമുക്ക് കടന്നു വന്നിരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ സിംസൺ ബ്രദറാണ്. സിംസൺ കൊളന്നൂർ ബ്രദറെ നിങ്ങൾ പലപ്പോഴും പലരൊക്കെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളിലൊക്കെ കടന്നു പോയിട്ടുണ്ടാവും. പ്രസാദപുരനാഥ മിനിസ്ട്രിയുടെ നേതൃത്വം വഹിക്കുന്ന ആളാണ്. രണ്ടുപേരും നേതൃസ്ഥാനീയനാണ്. അപ്പൊ സിംസൺ ബ്രദറിനെയും നമുക്ക് കൈകളടിച്ചുകൊണ്ട് നമുക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഗാനങ്ങൾ ആലപിക്കാനും നമ്മെ ഒന്ന് ശക്തിപ്പെടുത്താനുമായിട്ട് ഗാന ശുശ്രൂഷിക്കാൻ പോൾസൺ ബ്രദർ തൃശ്ശൂര് തന്നെയാണ്, പടിഞ്ഞാറക്കോട്ടയുടെ ഭാഗത്താണ്. മുന്നേ ഇവിടെ കടന്നു വന്നിട്ട് കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തോട് കടന്നു വരാൻ പറ്റിയിട്ടില്ല. എന്ന് കഴിഞ്ഞാൽ പോൾസൺ ബ്രദറിനെയും നമുക്ക് കൈകളടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യാം. നിങ്ങൾ ഓരോരുത്തരെയും കടന്നു വരാനിരിക്കുന്നവരെയും സ്വാഗതം ചെയ്യാൻ നമുക്കൊരു വചനം, അതുപോലെ തന്നെ ദീപബലികളും മറ്റു ശുശ്രൂഷകളും പരിശുദ്ധ അമ്മയുടെ വിവിധ ബന്ധം വഴിയാണ് ഈശോ കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ വൈദികരെ നമുക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യാം. പരിശുദ്ധാത്മയുടെ പ്രത്യേകമായ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം സിഹിയോൻശാലയാണ്. ആത്മാവിന്റെ അഭിഷേകം നമുക്ക് വാങ്ങിത്തരുവാൻ ഈ ദിവസം ഇവിടെ സമ്മേളിച്ചിരിക്കുന്ന നമ്മളോടൊപ്പം പരിശുദ്ധ അമ്മയുമുണ്ട്. ആ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. വചനം നൽകുവാൻ, ആശ്വാസം നൽകുവാൻ, സ്വാതന്ത്ര്യമായി ഐശ്വര്യമായി കർത്താവിന്റെ കാരുണ്യം, ആ വചനം നമ്മൾ ഓരോരുത്തരുടെയും മാതൃകവാൻ നല്ല അമ്മ മാതാവേ, ഞങ്ങൾക്കായി തിരുവാതിൽ അടുത്ത കുറച്ച് സമയത്തേക്ക് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ പറയുന്നേ, 24:13-31 എമ്മാവൂസിലേക്ക് പോയ ശിശുമാരെ കുറിച്ചുള്ള വിവരണമാണ്. പ്രൈസ് ദി ലോർഡ്. 24-ാം അധ്യായം 13 മുതൽ 31 വരെയുള്ള തിരുവചനങ്ങൾ. ആ ദിവസം തന്നെ അവരെ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്ഥാനങ്ങൾ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോകുകയായിരുന്നു. ഈ സംഭവങ്ങളെ കുറിച്ച് അവർ സംസാരിച്ചുകൊണ്ടിരുന്നു.
അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയാൻ കഴിയാത്തതും അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവതരായി നിന്നു. അവരെ ക്ലയോപാസിന്റെ പേരായ ഒരുവൻ അവരോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറുസലേമിൽ നടന്ന സംഭവം ഒന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏത് കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യന്റെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിലക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയിൽ പോയിരുന്നു. അവരുടെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് ഞങ്ങളുടെ ദൂതന്മാരുടെ ദർശനമുണ്ടായത് അവൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അറിയിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ചിലരും കല്ലറയിലേക്ക് പോയി സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. അവർ അവനെ അവിടെ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ദോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ട് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ഹൃദയം അംഗീകരിച്ചവരെ ക്രിസ്തുവിന്റെ മതത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മോശ തുടങ്ങിയ പ്രവാചകന്മാരും ചിത്രങ്ങൾ തന്നെ എഴുതിയിരിക്കുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കാൻ നേരെ വൈകുന്നു. അവൻ ശ്രമിക്കാനായി. അവൻ അവരോടുകൂടെ താമസിക്കാൻ കയറി. അവരോട് ഭക്ഷണത്തിലിരുന്നപ്പോൾ അവർ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷെ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രതീക്ഷിതനായി. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ മുട്ടുകൊത്താത്ത ഒരു മാർപ്പാപ്പയോ ഒരു കർദിനാളോ ഒരു ബിഷപ്പോ ഒരു അച്ഛനോ നമുക്കില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ അമ്മയാണ് നമ്മുടെ എല്ലാവരുടെയും അമ്മ. അവരോടൊപ്പം ഒരു അപരിചിതൻ സഞ്ചരിച്ചു. അവരെത്തേണ്ടിരുന്ന ഗ്രാമത്തോട് അടുത്തപ്പോൾ അവൻ പോവുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകി. ഒന്ന് പറഞ്ഞ്, ഞങ്ങളോടുകൂടെ നേരം വൈകി. അവൻ പോവുകയാണെന്ന് ഭാവിച്ചു. പോവുകയാണെന്ന് ഭാവിക്കുന്നത് പോകാൻ മനസ്സുള്ളവരാണോ? ആണോ? പോകാൻ മനസ്സുള്ളവർ ബൈ പറഞ്ഞിട്ട് പോകും. ഇത് പോവുകയാണെന്ന് ഭാവിച്ചു. അപ്പൊ അവരോടുകൂടെ കർത്താവ് യാത്ര ചെയ്തു. എമ്മാവുസിലേക്ക് പോയി. ലോകം മുഴുവനും പോയി എന്റെ സന്ദേശം മറ്റുള്ളവർക്ക് കൊടുക്കുവിൻ. ഉന്നതന് ശക്തി ലഭിക്കുന്നതുവരെ നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും എന്നെല്ലാം ശിശുമാരോട് പറഞ്ഞിട്ട് കർത്താവ് എഴുന്നേറ്റ് വരുമ്പോൾ ഇവര് ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോവുകയാണ്. എന്താണ് കാരണം? അവരെന്തുകൊണ്ടാണ് ഈ ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് പോയത്? ഞാൻ യുവാക്കളെ ഞാൻ ചോദിച്ചു, അവരെന്താണ് അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവുസിലേക്ക് എന്തുകൊണ്ട് പോയി? യേശു പറഞ്ഞത് ഉന്നതന്റെ ശക്തി ലഭിക്കുന്നവർ ഇവിടെ ഇരിക്കുന്നു എന്ന വിഷയം അവർ തടി തപ്പുകയാണ്. കർത്താവ് അവരുടെ പുറകെ കൂടി. പുറകെ കൂടി. പ്രിയമുള്ളവരെ, നമ്മൾ നടന്നു പോയാൽ, നമ്മുടെ കർത്താവിൽ നടന്നു പോയാൽ നമ്മുടെ പുറകെ നടക്കുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ഈ ബോധ്യമുള്ളവര് ഒന്ന് കരകളെ ദൈവത്തെ ബന്ധപ്പെട്ടു. നമ്മുടെ തിരിച്ച് തമ്പുരാന്റെ അടുത്തേക്ക് വരുന്നതുപോലെ അത് ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം മുതൽ നമ്മൾ കാണുന്നതാണ്. തന്റെ കൂടെ നടന്നിരുന്ന ആദം ഒരു ദിവസം തന്റെ കൂടെ ആകാതിരുന്നപ്പോൾ കർത്താവ് ചോദിച്ചു, ആദം നീ എവിടെയാണ്? ആ ചോദ്യം അന്ന് പർദീസായി തുടങ്ങി ഇവിടെ എമാവുസ് വരെ നീളുന്ന ഒരു ചരിത്രമാണ്. ആ ചോദ്യം എമാവുസിൽ നിന്നും പ്രിയമുള്ളവരെ കർത്താവ് കടന്നു വന്നു. ഇവിടെ താമസം ഉറപ്പിച്ചു. എത്രയോ ആളുകൾക്ക് ഇവിടെ നിന്നും ഈ പള്ളിയിൽ നിന്നൊക്കെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. എത്ര പേര് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എത്ര പേര് ഈ ദേവാലയത്തിൽ വന്ന് അനുഗ്രഹം പ്രാപിച്ചിട്ടുണ്ട്. ഇന്നും അനുഗ്രഹം പ്രാപിക്കുന്നില്ലേ? നമ്മളെല്ലാവരും വളരുന്നത്, ഈ നാട്ടിലുള്ള എല്ലാവരും, നിങ്ങളെല്ലാവരും വളരുന്നത് ഈ ദേവാലയത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടാണ്. അവരോടൊപ്പം താമസിക്കാൻ
കയറി. കർത്താവ് അന്ന് അവരോടൊപ്പം താമസിക്കാൻ കയറി. നമ്മുടെ പൂർവികർ വിളിച്ചു, കർത്താവ് ഇന്നും ദേവാലയങ്ങളിൽ പാടുന്ന ഒന്ന് വിളിച്ചാൽ ഓടി എന്റെ അരികിലെത്തും. നമ്മുടെ ഓർസിന്റെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് പാടാം. ഞാൻ നേരത്തെ പറയേണ്ടതായിരുന്നു, അല്ലെങ്കിൽ ഞാൻ തന്നെ പാടാം. നമുക്കതൊന്ന് പാടാം. ഒരു സ്റ്റാൻസ് പാടിയ ഒന്ന് സാധിക്കുന്നുണ്ടോ? അതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ പവർ ഓഫ് യൂക്കറിസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ആരംഭത്തിൽ തന്നെ എഴുതിയിരിക്കുന്ന ഒരു വാചകം നിങ്ങളുടെ ചങ്കിലേക്ക് ചേർത്ത് നൽകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിയോഗമില്ലാത്ത ബലി ഉണ്ടാകാൻ പാടില്ല. കുർബാനയിൽ ആരംഭത്തിൽ തന്നെ നമുക്കൊരു നിയോഗം ഉണ്ടാകും. ഒരുപക്ഷെ അച്ഛന്മാരുടെ നിയോഗം ഉണ്ടാകും, ഒരുപക്ഷെ ആ സമൂഹത്തിൽ അത് വേറെ നിയോഗങ്ങളുണ്ടാകും, പെരുന്നാളായിരിക്കും. പക്ഷേ കുർബാനയിൽ പങ്കെടുക്കുന്ന വേദി ചേച്ചിക്കും വേദി ചേട്ടനും ഒരു നിയോഗം ഉണ്ടാകും. കുഞ്ഞുമോള് തെരേസയ്ക്കും ഒരു നിയോഗം ഉണ്ടാകും. എന്റെ പരീക്ഷ നാളെ ഒരിക്കൽ അതെനിക്കൊരു നിയോഗമാണ്. എന്റെ അമ്മയുടെ ആരോഗ്യം, ആയുസ്, എന്റെ അപ്പയുടെ കർമ്മന്മാർക്ക് ആയുസ് കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ള മക്കളെ, അതൊരു നിയോഗമാണ്. ആ നിയോഗം ഞാൻ കുർബാനയുടെ ആരംഭത്തിൽ തന്നെ ഓർക്കണം. എങ്കിൽ മാത്രമേ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നു അത് എന്റെ ബലിയായി തീരുകയുള്ളൂ. കുർബാനയുടെ ആരംഭത്തിൽ എനിക്കൊരു നിയോഗം ഉണ്ടാകണം. നിയോഗമില്ലാത്ത ബലി ഉണ്ടാകാൻ പാടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം അറിയാം? കുർബാന തുടങ്ങുന്നതിന് മുമ്പ് പള്ളി ചെല്ലണം. ഞാനൊരിക്കൽ യുവാക്കളുടെ ധ്യാനത്തിന് കുർബാനയുടെ ആരംഭത്തിലുള്ള പാട്ടേതാണ്. മതക്കാരോട് അങ്ങനെ ചോദിക്കില്ല, ഞങ്ങളോടൊക്കെ ഞങ്ങളെ കളിയാക്കി അതൊക്കെ ഞങ്ങൾ എന്നാ അന്ന് പാടാറുണ്ട്. ഇപ്പൊ പുതിയ കുർബാന, പഴയ കുർബാന മാറി പുതിയ കുർബാന 96 മുതൽ നമ്മൾ പാടി തുടങ്ങി. ഒന്ന് പാടിക്ക എല്ലാവരും. അങ്ങനെയാണ് നമുക്ക് പാടും അല്ലേ? അതാണ് പാട്ട്. ഞാനിത് പാടി കുർബാന ആരംഭിച്ചു. കുർബാന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു യുവാവ് അച്ഛനെന്താ ആദ്യം ഒരു പാട്ട് പാടുന്ന കേട്ടാ, എടാ നീ എവിടെയാണ് നീ ജീവിക്കണേ? കുർബാനയിലിപ്പോ ആദ്യം ഒന്നാം പ്രസംഗത്തിനൊക്കെ പാടിയിട്ടാ പാടാൻ തുടങ്ങുന്നത്. ഇതവൻ ഒരിക്കലും കേട്ടിട്ടില്ല. കാരണം എല്ലാ കുർബാനയ്ക്കും പ്രസംഗം കഴിയുമ്പോഴാണ് അവനും ചെല്ലാറുള്ളത്. ഇനി ഒരു കുർബാനയ്ക്ക് ഞാൻ താമസിച്ച് ചെന്നു വിചാരിക്കേ, നമ്മൾ എത്ര മനുഷ്യനൊന്നല്ല, ചിലപ്പോൾ താമസിച്ചു കണക്കൂട്ടുകളിലും ചിലപ്പോൾ താമസിച്ചു പോയി. എന്നാലും ഞാൻ പള്ളിയുടെ വഴി എത്തുമ്പോൾ എനിക്കൊരു നിയോഗം ഉണ്ടാകണം. പള്ളിയുടെ വഴി എത്തുമ്പോൾ എനിക്കൊരു നിയോഗം ഉണ്ടാകണം. കർത്താവേ, ഈ ഒരു നിയോഗത്തിന് വേണ്ടി ഈ ഒരു പ്രാർത്ഥനയാണ് ഞാൻ ഇന്ന് എനിക്കത് മാത്രം. ഭാഗ്യ ഒരുപക്ഷെ വിദൂരത്ത് ജോലി ചെയ്യുന്ന ഭർത്താവിന് വേണ്ടി ആയിരിക്കാം ഞാൻ കുർബാന ചെയ്യുന്നത്. ഞങ്ങളുടെ അച്ഛന്മാരിലുള്ള ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത്, ഞങ്ങളുടെ അച്ഛന്മാരുടെ ഏറ്റവും വലിയ ആയുധം, ഞങ്ങളുടെ അച്ഛനെ ആഫ്രിക്ക, ഞങ്ങളുടെ ആഫ്രിക്കയിലുള്ള ഞങ്ങളുടെ ആഫ്രിക്ക നൈജീരിയ, അപ്പൊ നൈജീരിയ വലിയ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചു കേട്ടില്ലേ? ഞങ്ങളുടെ അച്ഛനെ തട്ടിക്കൊണ്ടുപോയി. ഞങ്ങളുടെ അച്ഛനെ പുള്ളി ഇപ്പോൾ ജീവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത് പറയുമ്പോൾ തമാശ പുള്ളി അത് പറഞ്ഞ് തമാശ പറയാം. പുള്ളിയെ തട്ടിക്കൊണ്ടുപോയി. കാരണം കുടി കെട്ടി പുള്ളിയെ കൊണ്ടുപോയി. എങ്ങോട്ടാ കൊണ്ടുപോകാൻ ഒരു പിടിയില്ല, കൊണ്ടുപോയി. അവര് മോചന ദ്രവ്യമായിട്ട് $millions അവരാവശ്യം. ഞങ്ങളുടെ സഭയിലെ ഞങ്ങൾ 10 നമുക്ക് എല്ലാവർക്കും നിങ്ങൾക്കും ഞങ്ങൾക്കുമൊക്കെ നമ്മുടെ മക്കൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്, ഞാൻ ഒരു കുർബാന ഞാൻ പലരോടും പറഞ്ഞു അത് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. കാരണം എനിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അവരോട് പലരോടും ഞാൻ എന്റെ കയ്യിൽ ഒരു അറിവ്, അത് വിശുദ്ധ കുർബാനയാണ്. ഞാൻ ഒരു കുർബാനയിലേക്ക് പ്രാർത്ഥിക്കുക. ഈ ധൈര്യം എന്റെ അടുത്ത് പരീക്ഷ, ചില പിള്ളേരോട് പറയും അച്ഛാ പരീക്ഷ ഭയങ്കര പേടിയാണ്. ഞാൻ പറയും ഞാൻ കുർബാനയിൽ നീ പൊക്കോ,
നീ ധൈര്യമായിട്ട് പോക്കോ. എനിക്ക് ഇന്റർവ്യൂ വെച്ചോ, നീ പോക്കോ. ഞാൻ എത്ര മണിക്കാ? 12 ഓക്കെ, 12 മണിക്ക് ഞാൻ കുർബാന ചെയ്യും. നീ ധൈര്യമായിട്ട് പോക്കോ. പ്രിയമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനമാണത്. ഞാൻ ഒരു കുർബാന ചൊല്ലി പങ്കെടുത്ത് കാഴ്ചവെച്ചേക്കാം. അതിന് കുർബാനയുടെ ആരംഭത്തിൽ നമുക്ക് നമ്മുടെ ആ നിയോഗം നമ്മള് ഓർക്കണം. ഞങ്ങളെ വേദപാഠം പഠിപ്പിച്ച CMC സിസ്റ്റേഴ്സ്, CMC എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം അറിയാമല്ലേ? CMC ഞങ്ങളെ ഈ CMC സിസ്റ്റേഴ്സ് ആണ്. ഞങ്ങള് കേൾക്കാറ്. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ സ്വല്പം പുസ്തകെട്ടോന്ന് പറയാൻ പറ്റില്ല, എന്നാലും ഒരു സ്വല്പം പോക്രിയാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളാ സിസ്റ്റം പഠിച്ചുകൊണ്ടിരുന്ന CMC എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്നാണ് ചക്കമ്പൂരു മാങ്ങാച്ചാറ്. ചക്കമ്പൂരു മാങ്ങാച്ചാറ് ഇത് പറഞ്ഞിങ്ങനെ ഒരു ചെറിയ ഒരു മുഖ കൊണ്ട് സിസ്റ്റർ. ആ സിസ്റ്ററെ കണക്കൊടിപ്പിക്കുന്ന അവിടെ സ്കൂളിൽ ആ സിസ്റ്ററെ അതുകൊണ്ട് കണക്കൊടിപ്പിക്കുന്ന സിസ്റ്റർ ആയതുകൊണ്ട്. പക്ഷേ സിസ്റ്റർ മനഃശാസ്ത്രമൊന്നും പഠിച്ചിട്ടില്ല, പ്രായോഗിക ജ്ഞാനം ഉണ്ടായിരുന്നു. സിസ്റ്റർ എന്തോ ഉദ്ദേശിച്ചേ? ആ ക്ലാസ്സിലും വിലാസയിലും നീ ഉണ്ടായിരിക്കണം. നീ ചാടിക്കറിയിരിക്കണമെന്ന് നീ ശ്രദ്ധിച്ചോളാം. അതിന് സ്ഥലമില്ല. ബുദ്ധിയുണ്ടോ? നീ ശ്രദ്ധിച്ചോളാം. കാരണം നീ അവിടെ ആദ്യം നോക്കി കഴിഞ്ഞാൽ അങ്ങനത്തെ ബാക്കിയുള്ളവർ കയറിയിരിക്കും. ഇവിടെ കസേരയുടെ കുറച്ച് കസേര കേട്ടോ. ആളുകൾ ആദ്യം വരുമ്പോൾ കസേര കയറിയിരിക്കില്ലേ? അതുകൊണ്ട് നീ ശ്രദ്ധിക്കണം. കുർബാനയ്ക്ക് അച്ഛൻ ക്ലാസ്സിലും വിലാസയും ഉയർത്തുമ്പോൾ നീ ശ്രദ്ധിക്കണം. നീ ആയിരിക്കണം ആദ്യം കയറേണ്ടത്. അതിന്റെ മനഃശാസ്ത്രം എന്താ? നീ ശ്രദ്ധിച്ചു നിന്നോണം. അച്ഛൻ ക്ലാസ്സിൽ വിലാസം ഉയർത്തുമ്പോൾ നീ നിന്റെ നിയോഗം, നീ എന്തിനു വേണ്ടിയാണോ കുർബാനയുടെ ആരംഭത്തിൽ നീ പ്രാർത്ഥിച്ചത്, അത് ക്ലാസ്സിലും വിലാസയിലും നീ ഇറക്കി വെക്കണം. ആമത്തോടും വീട്ടിനോടും നീ ചേർന്നിരിക്കണം. നീ ഉണ്ടായിരിക്കണം. ക്ലാസ്സിലും വിലാസയിലും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉണ്ടായിരിക്കണം ആ ക്ലാസ്സിലും. ഞാൻ എന്റെ നിയോഗവുമായി ആ ക്ലാസ്സിലും വിലാസയിലും ഞാനുണ്ട്. സന്തോഷ ധനിവോടെ അടുത്ത സ്ഥലത്താണ് വളരെ ആ കുതിരയുടെ പുറത്ത് പോയ സാവൂള് തന്നെ കർത്താവിന്റെ ശിഷ്യന്മാരെ, കർത്താവിൽ വിശ്വസിച്ചവരെ പീഡിപ്പിച്ചുവെങ്കിൽ നീ തന്നെ അവരെ രക്ഷിക്കാൻ വഴി നീ കാണിച്ചു കൊടുക്കണം. എന്നെ കർത്താവ് പിടിച്ച് സാവൂളിലെ കുതിരയോട് തള്ളിയിട്ടുള്ളതുപോലെ ആ ഒരു ധ്യാനത്തിലൂടെ എന്നെ ഒരു വചന പ്രഘോഷകനാക്കി കർത്താവ് മാറ്റി. അത് സംഭവിച്ചവരെ വിശുദ്ധകുർബാനയില്ല. ഞാൻ അന്ന് ഞാൻ അവരോട് പറഞ്ഞ കാര്യം അതാണ് ഞാൻ ഇന്ന് ചിന്തിക്കുന്നത്. ഞാൻ അന്നും ഇന്നും ഒക്കെ ആലോചിക്കുന്നത്. അന്ന് ഞാൻ അവരോട് പറഞ്ഞ കാര്യം ഒരു ടേബിൾ റെക്കോർഡ് ചെയ്ത് വെച്ചാണെങ്കിൽ എനിക്ക് അതിൽ നിന്ന് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാമായിരുന്നു. അന്ന് അത് എന്താണ് പറഞ്ഞതെന്നോ ഏത് കാര്യങ്ങളാണ് വ്യക്തമായി പറഞ്ഞതെന്നോ ഇപ്പോഴെനിക്ക് ഓർമ്മയില്ല. അത് അബ്രാം ആ സമയത്ത് എനിക്ക് തോന്നിയത് ഞാൻ തോന്നിയതുപോലെ പറഞ്ഞു. തോന്നിവാസം പറയാനുള്ള സ്ഥലമാണോ ഇത് എന്ന് നിങ്ങൾ ചോദിക്കും. അല്ല, പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബലി രൂപാന്തരീകരണത്തിന്റെ ബലിയാണ്. നാളെ മാറ്റും. ഞാൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ ഒരു പ്രാവശ്യം ഒരു കൊച്ച്
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ ഒരു ഉദാഹരണം ഇതാണ് നമ്മള് വിശുദ്ധ ബലി അർപ്പിക്കുകയാണ്. ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എന്റെ രക്തം യഥാർത്ഥ പാനീയവും. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവരെങ്കിലും ഞാൻ അവനിൽ വിശ്വസിക്കും. ജീവിക്കുന്നവനായ പിതാവിന്റെ അയച്ച് ഞാൻ പിതാവ് മൂലം ജീവിക്കും. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. പ്രിയപ്പെട്ടവരെ, എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ബോധ്യപ്പെടുന്ന രീതിയിലൊരു ക്ലാസ് നമുക്ക് തന്നത് അച്ഛനെ നമ്മൾ പ്രത്യേകം നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ കുർബാനയുടെ യഥാർത്ഥ അർത്ഥത്തിലേക്ക് നമ്മെ കൊണ്ടുവരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൂദാശയാണ് കുർബാന എന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കി തന്നതാണ്. ആ വൈദികൻ നമുക്ക് ഇത്രയും സമയം നമ്മോട് കൂടിയായിരുന്നു. അച്ഛൻ ഇത് കഴിഞ്ഞാൽ പോകും, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആരാധനയും ഇപ്പോൾ തന്നെ എടുത്തു വെച്ചത്. അങ്ങനെ നമുക്ക് വേണ്ടി ഇത്രയും നല്ല രീതിയിൽ ഈശോയെ നമുക്ക് കുർബാനയിലൂടെ നമുക്ക് ഈശോയെ എപ്രകാരം നമ്മൾ സ്വീകരിക്കണമെന്ന് നമുക്കൊരു നിയോഗം ഉണ്ടായിരിക്കണം. എപ്പോൾ കുർബാനയ്ക്ക് വന്നാലും വളരെ ആഴമായ ബോധ്യത്തിലൂടെ അച്ഛൻ നമുക്ക് പറഞ്ഞു തന്നു. തമാശകളിലൂടെ ആണെങ്കിലും അച്ഛൻ പറഞ്ഞു തരുമ്പോൾ അതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു. അച്ഛനെ നമുക്ക് പ്രത്യേകമായി പരിശുദ്ധിയാവേണ്ടി നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിന്
അമ്മയോടൊപ്പം ചേർന്ന് അതിനെ കൈയടിച്ച് നമുക്ക് നന്ദി പറയാം. തുടർന്ന് നമുക്ക് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ എപ്പോഴും അച്ഛന്റെ ശുശ്രൂഷകളും ഒക്കെ ദൈവം അനുഗ്രഹപ്രദമാകട്ടെ. ഒരു വലിയ ശുശ്രൂഷ, പ്രത്യേകിച്ച് കുർബാനയെ ഒരു ആഴമായ കൂടുതൽ ബോധ്യങ്ങൾ എല്ലാ ഇടവുകളിലേക്കും അച്ഛനത് പ്രചരിപ്പിക്കുവാൻ തക്ക രീതിയിൽ ദൈവം കൃപ നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.